See you later. ഫുൾ കാറ്റ്, വൻ കാറ്റാണ് കണ്ടോ. ഇപ്പോൾ ഭയങ്കര തണുത്ത അന്തരീക്ഷം, ഫുൾ ഭയങ്കര തണുത്ത. Guys, welcome back to my channel. So I think ഇപ്പം time it's 6:45 and the weather is so cold. കൈ ഫുൾ തണുക്കുമാണ്, വിറയ്ക്കുന്നില്ല, തണുക്കുമാണ്. It's 23 degrees Celsius. അത്രയായി ക്ലൈമറ്റ്. ഭയങ്കര കാറ്റും മഴയൊക്കെയാണ് ഈ ഒരു ദിവസങ്ങളിലൊക്കെ. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. കോളേജിലൊന്നും അവധിയില്ല. ദാറ്റ്സ് ദ സാഡസ്റ്റ് പാർട്ട്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. ഇന്നത്തെ ഡ്രസ്സിലായിരിക്കും. എൻ്റെ ഡ്രസ്സെല്ലാം ഇനിയും കഴുകാൻ കിടക്കുന്നു. എനിക്ക് തുണി കുറേ കഴുകാൻ കിടക്കുന്നില്ല, തണുത്താണ്. അപ്പോൾ എനിക്കിപ്പോൾ തുണി ഇടാനൊന്നും പ്രത്യേകിച്ചില്ല, കാരണം എനിക്ക് കുറേ തുണി കഴുകാറുണ്ട്. ബിക്കോസ് ദ ക്ലൈമറ്റ് ഇസ് സോ കോൾഡ്. കുറച്ച് തുണി ഞാൻ മാത്രം റൂമിൽ ഇങ്ങനെ വെച്ചിട്ടേക്കാണ്. ഒന്നും കഴുകിയാൽ ഉണങ്ങുന്നൊരു ക്ലൈമറ്റ് അല്ല. ഐ വിൽ സീ യു ആഫ്റ്റർ ഐ ഗെറ്റ് റെഡി. സോ ഗൈസ്, ഡ്രസ്സ് കിട്ടുന്നു. സോ നൗ ലെറ്റ്സ് ഗെറ്റ് റെഡി. ലേറ്റായി. ആദ്യം നമ്മൾ ഐ ഡി കാർഡ് എടുക്കണം, കാരണം നമ്മളെങ്ങാനും വരും കൈ മറന്നു പോയാൽ വി കാൺട്ട് എൻ്റർ കോളേജ്. ദർ ഇസ് നോ യൂസ് ഓഫ് ഗെറ്റിംഗ് ദ ഓൾസോ. സോ നോ, ഈ മറന്ന ആക്സസറീസ് ഒക്കെ അത് അറിയുന്നു. ഞാൻ റെഡി കഴിഞ്ഞു. ഞാൻ പോട്ടെ കഴിക്കാം. അപ്പോൾ തന്നെ ലേറ്റ് 7:59. വി ഹാവ് ടു ലീവ് ഹോസ്റ്റൽ ബൈ 7:25. ബൈ. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലെ ആൾക്കാരെയൊക്കെ വിളിക്കട്ടെ. ഞാൻ വിളിക്കട്ടെ, ഞാൻ വിളിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ സമയം 7:30 സംതിങ് ആയി. 7:50ക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു 15 minutes ജേർണി ഉള്ളൂ. ബസ് കിട്ടിയാൽ പെട്ടെന്ന് എത്തും. ബസ് കിട്ടണം. ക്യാമറ ഉടനെ കിസിനെ കാണാം. ബസ് കാത്തിക്കണം. വീട് തന്നെ എന്നും ഓരോ അബദ്ധങ്ങൾ പറ്റുകയാണ്. ഇന്നലെ ഞാൻ ബാത്റൂമിൽ വീണു. ഇന്നൊന്നും പറ്റിട്ടില്ല, ഇനി നടക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. സോ ഫ്രൈഡേ ആണ്. യാതൊരു ഉത്സാഹമില്ല, കാരണം വെദർ ഇസ് സോ ഗുഡ്. കോളേജ് ഫുൾ വെള്ളത്തിലായാലും ഒരു അവധി ആയിരുന്നില്ല. അത് ലേറ്റായി. അതെ, ക്ലൈമറ്റ് ഇസ് ലൈക്ക് 22 degrees Celsius guys. എന്നിട്ട് ഒരു അവധി ആയിരുന്നില്ല. അതാണ് സ്ട്രൈക്കാൻ പറ്റിയ ആൾ കേസ് പോകുന്ന ക്ലാസ് ഓൾറെഡി ലേറ്റ് ആണ്. അറ്റൻഡൻസ് ഒക്കെ അറിയും ഞങ്ങൾക്ക്. രേഖ മാമാണ് അല്ല കേസിയ അറ്റൻഡൻസ് കിട്ടത്തില്ലേ? കിട്ടുമായിരിക്കും. ഓണട്ടെ കേസ് ക്ലാസ് കഴിഞ്ഞ് ചിലപ്പോൾ ക്ലാസ്സിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. മനസ്സിലായത്?
വെള്ളം മഴയാന്ന് നോക്കി അവിടെയും വെള്ളം. ഇത്രയും മുങ്ങിക്കിടക്കുന്ന കോളേജ്. ഇതാണ് കോളേജിൻ്റെ അവസ്ഥ കണ്ടല്ലോ. ഓ എൻ്റെ ബ്ലോക്ക് സാൻഡാ സോഫിയ. ഈ സാൻഡാ സോഫിയയിൽ ഫസ്റ്റ് വന്ന ദിവസം ഞാൻ ഓർക്കുന്നു. അടി വരുമോ ലേറ്റ് കേസ് ഭയം എല്ലാട്ടോ. ബൈ മാം. ഇതാണ് നമ്മുടെ സോന. നമ്മളെ ഫസ്റ്റ് അവർ കഴിഞ്ഞു. ഫസ്റ്റ് അവർ അടിപൊളിയായിരുന്നു. ലേനെ മാം പിടിച്ചടി. ഞാൻ ഫസ്റ്റ് അവർ പങ്ക് ചെയ്തടി. ഓക്കെ എല്ലാം ലേനെ രാവിലെ ക്ലാസ്സിൽ മാം പിടിച്ചു. ലേനെ ബാത്റൂമിൽ വരുന്നതായിരിക്കും. അടുത്ത അവർ ഞങ്ങൾക്ക് ജി ആണ്. ജി ഏതാ? ജി ഞാൻ എക്കണോമിക്സ് അതല്ലേ ഇവിടെ. ഓ എക്കോ ഫെമിനിസം. ഞാൻ ഇത് സോഷ്യോളജി സൊസൈറ്റി ആൻഡ് ലോ. ലേനതാ വരുന്നു. നല്ല പേരും തെറ്റി വിളിച്ചു. സ്റ്റാർട്ടിൽ തന്നെ നല്ല രാവിലെ തുടക്കം തന്നെ നല്ല ജി. നമുക്ക് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകണം. ഏതൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാതെ വിചാരിച്ചു. ദ്യുതി ആബ്സെന്റ് ആണ്. സോ ദ്യുതി ഇല്ലാത്ത ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷെ ദ്യുതി ഇല്ലാത്തതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഫണ്ണായിരിക്കും നമ്മൾ. കാരണം നമ്മളെല്ലാവരും ഫണ്ണി പേഴ്സൺ ആയതുകൊണ്ട് നമ്മളാണ് മെയിൻ ഫണ്ണി പേഴ്സൺ. ഫാൻസ് അമ്മയുടെ ഫാൻസൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യുന്നത് തമിഴിൽ സംസാരിക്കാൻ പറഞ്ഞിട്ട് തമിഴ്. അതെ അപ്പോൾ തമിഴ് സംസാരിക്കാൻ കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു. അതായത് ലേനയ്ക്ക് പോയി മെസ്സേജ് അയക്കുവാണ്. അപ്പം തമിഴ് പറയാൻ പറഞ്ഞ ആൾക്കാരോടൊക്കെ വണക്കം ചെന്നൈ. അതെ വണക്കം. ഇങ്ങ മഴ പെയ്ത് കൊണ്ടല്ല തൂർക്കൊണ്ടേ. പിന്നെ തമിഴ് ഓഡിയൻസിന് വേണ്ടി ഞാനിവിടെ സംസാരിക്കുന്നത് കുറച്ച് പേര്. അപ്പം മലയാളി ഓഡിയൻസ്, അതെ തമിഴ് ഫാൻസ് ലേനയ്ക്ക് ഭയങ്കര മഴ. ലേനയ്ക്ക് മെസ്സേജ് ഞാൻ തമിഴിൽ മിണ്ടണോ? ഓഫ് കോഴ്സ് എനിക്ക് തമിഴ് മിണ്ടാം. വണക്കം എല്ലാവർക്കും. ഇവിടെ ഇങ്ങ മഴ തൂറിക്കൊണ്ടിരിക്കുകയാണ്. മലയാളം ഓഡിയൻസ് പ്ലീസ് മ്യൂട്ട് ചെയ്ത് വെക്കുക. മഴ തൂറാ മീൻസ് ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എത്ര ഡിഗ്രി? 25 ഡിഗ്രി സെൽഷ്യസ്. പക്ഷെ രാവിലെ ഇപ്പം മഴ ആയതുകൊണ്ടായിരിക്കും. രാവിലെ വന്നിട്ട് 23 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. എടാ ഇത് കൂടെ പോടി. അപ്പോൾ ഇന്നിപ്പോൾ ജി സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് സൊസൈറ്റി ആൻഡ് ലോ ആണ്. അപ്പം വൻ മഴ കഴിഞ്ഞു. ഒരു പണിക്കാരനുണ്ട് ബാക്കിൽ. എനിക്ക് വയറുവേദന എടുക്കുന്നു ചിരിച്ചിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ വണക്കം എല്ലാ തമിഴ് മക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വണക്കം. ഒരു തമിഴാനിയനാണെന്ന് നോക്കി കണ്ടോ, ഫുൾ വെള്ളം മുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്തും അവിടെ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ മഴ. ഓക്കെ, നമുക്ക് ഇതാണ് സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ്, അതാണ്. അപ്പം അവിടെയാണ് നമുക്ക് സൊസൈറ്റിയിൽ വന്നിരുന്നത്. എല്ലാവരും പാത്തുക്കുങ്ക, സേഫായിട്ട് എന്താ പറയണേ, സേഫായിട്ട് ഇருக்கு, എല്ലാവരും സേഫായിട്ട് ഇருக்கு, എല്ലാവരും പാത്തുക്കോങ്ക. സോറി ഗൈസ്, എനിക്ക് 3 വർഷമായിട്ട് ഞാൻ തമിഴ്നാട്ടിലാണ്, എന്നിട്ട് ഇതുവരെ നല്ല വൃത്തിക്ക് തമിഴ് അറിയത്തില്ല. സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു വലിയ വീട് പോലെ, അതാണ് ഞങ്ങളുടെ ക്ലാസ്. ഞാൻ പോട്ടെ ക്ലാസ്സിലോട്ട്. ഞാൻ ദ്യുതിയിലേറെ മറ്റൊരു ദ്യുതി ആബ്സെൻ്റ് ആയതുകൊണ്ട് ഞാൻ മാം ആബ്സെൻ്റ്. മാം എന്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് പോയേക്കുവാണ് എന്തോ. അപ്പം നമ്മൾ ചാച്ചിരിപ്പിൽ നമുക്കിതിനെപ്പറ്റി ഒരു റൈറ്റുള്ളൂ അറിയാത്തതുകൊണ്ട് നമ്മൾ ചാച്ചിരിപ്പ് നോക്കുകയാണ് ഗൈസ്. സോ എന്താ പറയുക, ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. പ്രത്യേകിച്ച് മഴയത്തില്ലേ, നമ്മുടെ കുട ഇവിടെ കുട ഉണ്ട് ഗൈസ്. ക്ലാസ് കഴിഞ്ഞു ഗൈസ്, ഇനി ഒരു ബ്രേക്ക്. എൻ്റെ സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സാണ് വന്നിരിക്കുന്നത്. എല്ലാരും എന്താണ് കഴിക്കുന്നത്? എന്താ സോനം ഒന്നും കഴിക്കുന്നില്ലേ? ഇത് ചിക്കൻ റോൾ 35. എല്ലാവരും വൻ തീറ്റയാണ് ഗൈസ്.
ഇതിന് മാത്രമാണ് ഞങ്ങൾ കോളേജിൽ മനസ്സിലായല്ലോ. ഇതൊരു കണ്ടം ലുക്കാണ്. ഓടിക്കോണം നീട്ടോ. ചളി ഓടിക്കാനായിട്ട് കോളേജ് വരുന്ന സോന. ചിക്കൻ റോൾ ചിക്കൻ റോൾ കഴിക്കുന്നത് സോന. പിന്നെ മണ്ടയ്ക്ക് കഴിച്ചു കഴിയാറായി. ചിക്കൻ താഴെ പോയി. 3 സെക്കൻഡ് റോൾ മാം വരത്തില്ല. മാം എന്നാ പറയുന്നത്, നാളത്തെ യൂത്ത് കൺവെൻഷൻ പോസ്റ്റ്പോൺ ചെയ്തു. അതുപോലെ ഈ ഇഷ്ടപ്പെട്ടില്ല, കാരണം എനിക്കതില്ലായിരുന്നു. എനിക്കുണ്ടായിരുന്നു. ആ സാറ്റർഡേ ആയിട്ട് ഞങ്ങൾ യൂത്ത് കൺവെൻഷൻ വെച്ചു. അപ്പോൾ അത് പോസ്റ്റ്പോൺ ചെയ്തു. അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുപോലെ ഈ അവർ മാം വരുന്നില്ല. എങ്ങനെയുണ്ട് ലൈഫ് പറയും? You know, life is quite complicated. Yeah. Yes. Sometimes, how is it complicated for you? What is the factor which is complicating your life? Oh, that is very valid answer. Lena, come here, Lena. How is life? രാവിലെ മാം പിടിച്ചു ഗൈസ്. അപ്പം അതാണ് ലൈഫ്. അതാണ് ലേനയുടെ ലൈഫ്. ഇപ്പം കുറേ ഡയഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ ക്ലാസ്സിൻ്റെ പുറത്തോട്ട് പോവാണ്. കാരണം മാം ഇരുന്നതിനോട് ഫോൺ എടുത്ത് കേസ് വേഗം പോ. കേസ് എവിടെ പോയി? വാഷ്റൂമാണോ? ഞാനും വരുന്നത്. ക്ലാസ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. സോ അങ്ങനെ ഇത് കഴിഞ്ഞിരിക്കുന്നത്. നാളെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കോളേജ് വരേണ്ട ആവശ്യമില്ല. നാളെ യൂത്ത് കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരു ബിരിയാണി നമ്മുടെ 100 രൂപയൊക്കെ വാങ്ങിച്ചു പോസ്റ്റ്പോൺ ചെയ്തേ ഉള്ളൂ. ഓക്കെ ഓക്കെ. മഴയൊക്കെ ആയതുകൊണ്ട് ശരി 2 ദിവസം നാളെ സിനിമയ്ക്ക് വരുമല്ലേ? ആ ഞാനും വരുമോ? നമ്മൾ ഞായറാഴ്ച നമ്മൾ സൂക്ഷ്മദർശിനി കാണാൻ പോകണം. നീ ഉണ്ട്? ഹലോ മമ്മി ഉണ്ട്. അവളുമാർ ബൈ. അമ്മേ തണുക്കുന്നു എനിക്ക്. എങ്ങനെയും ബസ് കയറി എങ്ങനെയും ഹോസ്റ്റലിലെത്തുക എന്നാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഒന്നാമത് തണുപ്പായിരുന്നു, അതിൻ്റെ കൂടെ മഴയായി. യൂട്യൂബിലെ കൊണ്ട് അവർക്ക് നമുക്ക് വലിയ ഗുണമൊന്നും ഇപ്പൊ ഇല്ലെങ്കിലും പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതെല്ലാം ഇവിടുത്തെ അതെ മെമ്മറീസ്. എനിക്കൊന്ന് മഴ ആയതുകൊണ്ടായിരിക്കും നാളത്തെ യൂത്ത് കൺവെൻഷൻ പോസ്റ്റ്പോൺ ചെയ്ത് അല്ലേ? നന്നായി. amount of rain and that വേറൊരാളോട് നടക്കുന്ന പോലെയുണ്ടല്ലോ മൊണാലിസ പിടിച്ച. ഹോസ്റ്റലിലെത്തിട്ട് ബസ് കയറിട്ട് ഇറങ്ങാൻ സ്പൈസ്. കണ്ടോ കേസ് ബാഗിനെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റേ സിനിമയിലേ വെള്ളം ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഇങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ബസ്സൊക്കെ കിട്ടി ബസ് എത്തിയിരിക്കുകയാണ്. പുറത്ത് ഭയങ്കര മഴയായിരുന്നു. പെട്ടെന്ന് മഴ അങ്ങ് നിന്നു. സ്നേഹ റോഡ് ക്രോസ്
കെസ ഈ എക്സ്പ്രസ് ആൻഡിൽ പോയിരുന്നു സാധനം മേടിക്കാൻ. അപ്പം നാളെ മോറിൽ സോ കുറേ സാധനം ഭാവിയിൽ എടുത്ത് കാണുമ്പോൾ സപ്പോസ് നമ്മുടെ അമ്മമാരോട് പറയില്ലേ ജങ്ക് ഫുഡൊന്നും കഴിക്കല്ലേ. എൻ്റെ പ്ലാനോട് ഞാൻ അങ്ങനെ പറയത്തില്ല, ജങ്ക് ഫുഡ് കഴിക്കല്ല പാടില്ല, കഴിക്കാം, വല്ലപ്പോഴും കഴിക്കാം, ഇറ്റ്സ് ഫൈൻ. സി ഹൗ ദ ക്ലൈമറ്റ് ചേഞ്ച് പെട്ടെന്ന് ഗൈസ് ഉച്ച സമയം നമ്മൾ കഴിക്കാനായിട്ട് വരുന്നേ കാണാം. നമ്മളെത്തി, ഞാൻ പോയി ഇനി പോയല്ലേ ഇവിടെ തന്നെ ഡ്രസ്സൊക്കെ മറക്കണ്ട. ഇവിടെ തുണി ഇവിടെ വിരിച്ചിട്ട് ഉണങ്ങുന്നില്ല, കാരണം മഴയൊക്കെ ആയതുകൊണ്ട്. ഇപ്പം തുണി ഉണക്കുന്ന സ്ഥലത്തിട്ടാലും വേറെ പല തുണിയുടെ നനവ് കാരണം ഉണങ്ങും. അങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. സോ വൈകിട്ട് ഇപ്പോൾ തുണി കഴുകണം. ഈ മഴ ആയതുകൊണ്ട് ദിസ് ക്ലൈമറ്റ് ഇസ് നോട്ട് അലവിങ് മീ ടു വർക്ക് ആൻഡ് ബി പ്രൊഡക്റ്റീവ്. ഞാൻ ഡ്രസ്സൊക്കെ കുറിച്ച് തിരക്കിലായിപ്പോയി. എന്ത് തിരക്കിലാണെന്നറിയോ? ഇൻസ്റ്റാ റീൽ. രാവിലെ ഞാൻ എഴുന്നേറ്റ് എനിക്ക് എത്ര വിഷമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ ബീഫ് എടുത്ത് കഴിച്ചു, ബീഫും പൊറോട്ട കഴിച്ചപ്പോഴത്തേക്ക് ഒന്ന് ജ്യൂസ് കുടിച്ചു, കോള കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ ഞാൻ ആരാ ഉദ്ദേശിക്കുന്നത്. ഗോഡ് എന്തൊക്കെ കഴിക്കുന്നില്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ അസുഖമുള്ള മനുഷ്യരാണെന്നറിയാം. ഇത്രയും കഴിച്ചിട്ട് വണ്ണം വെക്കാത്ത കുറേ മനുഷ്യരുണ്ട്. എനിക്ക് അവരെ ഭയങ്കര എന്താ പറയുക, വണ്ണം വെക്കാത്ത. ഞാനൊക്കെ ആണെങ്കിൽ മണപ്പിച്ചാൽ മതി, അങ്ങനെ ആ സൈഡിൽ കൂടെ പോയാൽ മതി. കണ്ടോ ഞാനിപ്പോൾ ക്രീല് കണ്ട് കിടക്കുമല്ലോ, അതെൻ്റെ കട്ടിലിങ്ങനെ കിടക്കുക. അപ്പോൾ ഈ തുണിയൊന്നും ഉണങ്ങിയില്ലേ. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യിക്കരുത്തില്ല. പിന്നെ ഇപ്പം മുഖം ഇനി പോയി കഴിവട്ടെ. ഇത്രയും വന്നേല്ലേ ഇതായി മുഖം കഴിവായിട്ട് പുറത്തിറങ്ങിയപ്പം ഭയങ്കര കാറ്റ് പുറത്ത്. അപ്പോൾ ഓക്കെ സി മരങ്ങൾ കാറ്റത്ത് ആഞ്ഞുടിയുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ പോയി മുഖം കഴുകിയിട്ട് വരാം. ഫാൻ എടുക്കട്ടെ ഞാൻ, കാരണം ഇപ്പോൾ വരുമല്ലോ. അപ്പം ജസ്റ്റ് ഗ്ലേസ് പോയി മുഖം കഴുകിയിട്ട് വരാം. അങ്ങനെ നമ്മൾ മുഖം കഴുകി ഞാൻ എൻ്റെ റൂമിലോട്ട് പോട്ടെ. ഈ വെള്ളത്തിനൊക്കെ എന്താ തണുപ്പെന്നറിയോ. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് എന്തെങ്കിലും സിനിമ കാണാം. ഞാൻ ഇപ്പോൾ സിനിമ എല്ലാം കണ്ട് ഉറങ്ങാമെന്ന്. പക്ഷേ ഐ കാണ്ട്. ഞാനിപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്, ക്രാഫ്റ്റ് മോങ്ങിൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പ്, പെയ്ഡ് ഇൻറ്റേൺഷിപ്പാണ്. അപ്പം അതിന് ഒരു ആക്ടിവിറ്റി കൊണ്ട് ചെയ്യാനായിട്ട് നാളെ സബ്മിഷനുണ്ട്. കൈ തണുക്കും. അപ്പം നാളെയാണ് എൻ്റെ സബ്മിഷൻ. ഞാൻ തുണി മാറ്റാനല്ലേ എന്തോ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യണം അവിടെ. എന്തോ ഒരു പിച്ച് നമ്മൾ അത് എന്തോ ഓക്കെ ഒരു ടാസ്ക് ചെയ്യാനുണ്ട്. ട്യൂച്ചൂഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള. ഈ UI UX ഡിസൈൻ അതിൻ്റെ ഒക്കെ കോഴ്സൊക്കെ ഉള്ളൊരു വെബ്സൈറ്റാണ്. അപ്പം നമ്മൾ അതിൻ്റെ എന്തോ ഒരു ടാസ്ക് ഉണ്ട്. അപ്പം അതിന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം. പെട്ടെന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറി, ബിക്കോസ് നമുക്കൊരു പിച്ച് ഷൂട്ട് ചെയ്യണം, ഒരു വീഡിയോ പോലെ. നമുക്കെന്ത് പറ്റിയ പെട്ടെന്ന് തന്നെയും ജസ്റ്റ് എന്തെങ്കിലും ഒരു എഴുതിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകണം. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ കുറച്ച് നേരം എഡിറ്റൊക്കെ ചെയ്തു, അത് ഞാൻ അയച്ചു തരും. അപ്പം ഞാനിപ്പം ചായ കുടിക്കാൻ പോവാണ്. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, അപ്പം ഞാൻ ഫോണൊന്ന് ചാർജ് ചെയ്ത് വെക്കുകയാണ്. ഗൈസ് ഇന്ന് ഉഴുന്നുപൊടി ചമ്മന്തിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിച്ച് ഞാനിപ്പോൾ എത്തിയതുകൊണ്ട് റൂമിൽ. ഇനി ഞാൻ എന്തെങ്കിലും ഇത് ചെയ്യാൻ എനിക്കറിയില്ല. തുണി കഴുകാൻ പോകാൻ മിക്കവാറും അറിയില്ല, നത്തിങ് പ്ലാൻഡ്. അപ്പം മറ്റേ വീഡിയോ ഏതെങ്കിലും കഴിഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞു. അല്ലെങ്കിൽ നാളെ ഞാൻ ടെൻഷൻ അടിക്കണേ വന്നേനെ. അപ്പോൾ അത് കഴിഞ്ഞു. ഹായ് ഗൈസ്, ഞാൻ കുറച്ച് നേരത്തേക്ക് മറന്നു ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമായിരുന്നത്. കാരണം ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ സിനിമ കാണുമായിരുന്നു, എന്നിടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പം 8 മണിക്ക് എഴുന്നേറ്റത്. പിന്നെ അറ്റൻഡൻസിന് പറയാമെന്ന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചില്ല ഫുഡ് സമയം കഴിക്കില്ല. ദോശയായിരുന്നു. ഞാൻ പൊതുവെ ദോശ വയ്ക്കാറ്, ദോശ സാമ്പാറും
അപ്പം ഞാനിന്ന് അവിടെ നിന്ന് വാങ്ങിച്ച മോളിൽ നിന്ന് വാങ്ങിച്ച എൻ്റെ ഓട്സ് ആൻഡ് ബെറി ബിസ്ക്കറ്റാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ. ഇതിന് ജസ്റ്റ് 10 രൂപയുള്ള കേട്ടോ, നല്ലത്. കുട്ടി ഇപ്പോൾ വലുതായിക്കാണോ അല്ലേ? ടീച്ചോട് സോറി I was this entire time I was doing the video for Tutu ഒരു വെബ്സൈറ്റ് ആസ് പാർട്ട് ഓഫ് മൈ ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വാ തുറന്നാൽ ട്യൂറ്റൂട് എന്നാണ് വരുന്നത്. അപ്പോൾ ഓട്സ് ആൻഡ് ബെറി ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കാൻ കഴിച്ച് വേറെ വഴിയില്ല. പണ്ട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു പാർലിജി ബിസ്ക്കറ്റ്, കാരണം എൻ്റെ വീട്ടിൽ എപ്പോഴും വാങ്ങിക്കുമായിരുന്നു, നാട്ടിൽ വെച്ചിട്ട് എപ്പോഴും പാർലിജി. ഇത് ഓട്സും ബെറീസൊക്കെ ഉള്ള ബിസ്ക്കറ്റാണ്. ഇറ്റ്സ് വെരി നൈസ്. പുറത്ത് ഭയങ്കര മഴ. ഫെങ്കൽ എല്ലാവരും സ്റ്റേ സേഫ് ഗൈസ്. ചെന്നൈയിലുള്ള എല്ലാവരും, തമിഴ്നാട് പല താമ്പരം, ചെങ്കൽപ്പെട്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരെല്ലാം all kindly be safe and stay in your house, don't get out. ഇവിടെ ഇപ്പോൾ ഒന്നാമത് മറയുടെ ബീച്ചിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര കാറ്റ് മഴയാണ്. ഇപ്പോഴും മഴയും കാറ്റുമാണ്. അപ്പം ഇപ്പോൾ റെഡ് അലേർട്ട് ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ്. So guys, good night everyone. All of you subscribe to my channel. It's almost I think 11 or something. Yeah, so don't forget to like, share and subscribe to my channel. Hope you guys enjoy this vlog. Bye.